നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഈ മാസം വീണ്ടും അമേരിക്കയിലേക്ക് പോകും. ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് രണ്ടാം തവണയാണ് അസീം മുനീർ അമേരിക്കയിലേക്ക് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നത് ചില സംശയങ്ങൾക്ക് കൂടി ഇടവയ്ക്കുകയാണ്. കാരണം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയും US തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് പിന്നാലെ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ട്രംപ് ശ്രമിച്ചിരുന്നു. ട്രംപ് ഇടപെട്ടതുകൊണ്ടാണ് രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധം വലിയ രീതിയിലൊരു ആഘാതത്തിൽ ചെന്ന് അവസാനിക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രംപിൻ്റെ ചില ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള പ്രസ്താവനകളൊക്കെ തന്നെ ഇന്ത്യയെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു വേളയിൽ തന്നെ അസീം മുനീർ ഒരു തവണ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിത് ഈ മാസം വീണ്ടും അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. 2 മാസത്തിനിടെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ US സന്ദർശനമാണിത്. ഇത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ സൂചനയാണ്. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാനെ അതിശയകരമായ പങ്കാളിയെന്ന് മുൻപ് വിശേഷിപ്പിച്ചിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് കമാൻഡർ ജനറൽ മൈക്കൽ കുരില്ലയുടെ വിടവാങ്ങൽ ചടങ്ങിൽ മുനീർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനായിട്ടാണ് ഇപ്പോൾ അസീം മുനീർ അമേരിക്കയിലെത്താൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റിലെ US സൈനിക നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന 4-സ്റ്റാർ ആർമി ജനറലായ കുറില്ല ഈ മാസം അവസാനം വിരമിക്കാൻ പോവുകയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് US നൽകിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉപയോഗിച്ച് 5 ഐസിസ് ഗൊറൈസൺ തീവ്രവാദികളെ പിടികൂടിയതിനെ പാകിസ്ഥാനെ കുരില്ല പ്രശംസിച്ചിരുന്നു. ഭീകരവിരുദ്ധ ലോകത്ത് പാകിസ്ഥാൻ ഒരു അസാധാരണ പങ്കാളിയാണ്. അതുകൊണ്ടാണ് നമുക്ക് പാകിസ്ഥാനുമായി ഇന്ത്യയുമായി ഒരു ബന്ധം ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ഹൗസ് ആംഡ് സർവീസസ് കമ്മിറ്റിക്ക് മുമ്പാകെ നടന്ന ഒരു വാദം കേൾക്കലിൽ കുരില്ല പറഞ്ഞ വാക്കുകൾ. ഭീകരതയെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് തുറന്നു കാട്ടാൻ ഇന്ത്യ ലോകത്തിന് മുന്നിലെത്തിയ സമയത്ത് അമേരിക്ക പാകിസ്ഥാനോട് കാണിച്ച തുറന്ന ആരാധന ന്യൂഡൽഹിക്ക് അത്ര നല്ലതായിരുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനെയും ഹൈഫനേറ്റ് ചെയ്യുക എന്ന പഴയ പാശ്ചാത്യ നയത്തിലേക്കുള്ള തിരിച്ചുപോക്കായിട്ടാണ് US സെൻട്രോം മേധാവിയുടെ പരാമർശങ്ങൾ കാണപ്പെട്ടത്. ജൂലൈയിൽ ഇസ്ലാമാബാദ് സന്ദർശിച്ചപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ നിഷാൻ-ഇ-ഇംതിയാസ് നൽകി ആദരിച്ചു. അസീം മുനീർ ട്രംപ് യോഗം ഏതായാലും പല രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. പാകിസ്ഥാനും US തമ്മിലുള്ള വളർന്നു വരുന്ന സൈനിക തന്ത്രപരമായ ഇടപെടലിനെയാണ് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനും ആഴ്ചകൾക്ക് ശേഷം ജൂണിലും മുനീർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു നേരിട്ടുള്ള ഉച്ചഭക്ഷണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു US പ്രസിഡന്റ് ഒരു പാകിസ്ഥാൻ സൈനിക നേതാവിനെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ സ്വാഗതം ചെയ്യുന്നത്. മെയ് മാസത്തിലെ ശത്രുതയ്ക്കിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ മുനീർ വഹിച്ച പങ്കിനെയും ട്രംപ് പരസ്യമായി പ്രശംസിച്ചിരുന്നു. യുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയും അത് അവസാനിപ്പിക്കാതിരിക്കുകയും ചെയ്തതിന് അദ്ദേഹത്തോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതെന്നും US പ്രസിഡന്റ് പറഞ്ഞു. 2 അയൽക്കാർക്കിടയിലുള്ള ആണവയുദ്ധം ഒഴിവാക്കിയതിനെ ട്രംപിനെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുന്നതിനെയും പാകിസ്ഥാൻ സൈനിക മേധാവി പിന്തുണച്ചിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ സർക്കാർ ട്രംപിനെയും ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തു. മെയ് മുതൽ വ്യാപാര ബന്ധം വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിലെ മധ്യസ്ഥ വഹിച്ചതായി ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു. എന്നിരുന്നാലും പാകിസ്ഥാനുമായുള്ള നേരിട്ടുള്ള ബന്ധത്തിലൂടെയാണ് വെടിനിർത്തൽ ഉണ്ടാക്കിയതെന്നും ഇന്ത്യ ഉറച്ചുനിന്നു. കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അസീം മുനീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് പോലും ട്രംപ് ഇതുവരെ സ്വീകരണം നൽകിയിട്ടില്ല എന്നതും ഒരു അട്ടിമറി സാധ്യത അവശേഷിപ്പിക്കുന്നുണ്ട്. അയൂബ് ഖാന് ശേഷം പാകിസ്ഥാന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഫീൽഡ് മാർഷലാണ് അസീം മുനീർ. 1958 ഒക്ടോബറിൽ അന്നത്തെ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയെ സൈനിക അട്ടിമറിച്ചാണ് അയൂബ് ഖാൻ രാജ്യത്തിന്റെ ആദ്യ സൈനിക ഭരണാധികാരിയായി മാറിയത്. മുനീറും അതേ പാതയിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. പാക് ഭീകരർ നടത്തിയ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യം നടത്തിയതിന്റെ ഞെട്ടൽ തുടരുന്നതിനിടെയാണ് അസീം മുനീർ ജൂണിൽ അമേരിക്കയിലെത്തിയത്. വൈറ്റ് ഹൗസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. 2 മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിൽ വ്യാപാരം, സാമ്പത്തിക സഹകരണം, ക്രിപ്റ്റോ കറൻസി എന്നിവ ചർച്ചയായി. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ US പ്രസിഡന്റ് ഒരു സൈനിക മേധാവിയെ സ്വാഗതം ചെയ്തത് ചരിത്രത്തിൽ ആദ്യ സംഭവമായിരുന്നു ഇത്.
ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് എത്താതിരിക്കാനും പ്രശ്നം അവസാനിപ്പിക്കാതിരിക്കുകയും ചെയ്തതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ജനറൽ മുനീറിനെ താൻ ക്ഷണിച്ചതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ മുന്നിൽ നിന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്നും മുനീർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മറ്റൊരു രാജ്യത്തിന് ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടത്തിയെന്ന് അമേരിക്ക ആവർത്തിക്കുകയായിരുന്നു. അമേരിക്കയുടെ ഈ നിലപാടിനെ പാകിസ്ഥാൻ ശരിവെക്കുകയും ചെയ്യുകയാണ്. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെയും പാക് അതിർത്തിയിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും നിരവധി ഭീകരരെ വധിക്കുകയും ചെയ്തു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ US പ്രസിഡന്റ് ഒരു സൈനിക മേധാവിയെ സ്വാഗതം ചെയ്തത് ചരിത്രത്തിൽ ആദ്യ സംഭവമായിരുന്നു. ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് എത്താതിരിക്കാനും പ്രശ്നം അവസാനിപ്പിക്കാതിരിക്കുകയും ചെയ്തതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ജനറൽ മുനീറിനെ താൻ ക്ഷണിച്ചതെന്ന് ട്രംപും പറഞ്ഞിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ മുന്നിൽ നിന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യാൻ വേണ്ടിയിട്ടും മുനീർ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ അവിടെ പുരോഗമിക്കുകയും വലിയ രീതിയിലുള്ള വിമർശനം ട്രംപിനെതിരെ ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോഴത്തെ ഈ മുനീറിൻ്റെ ഒരു യാത്രയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളതും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. കാരണം താരിഫ് അടക്കം ഇരട്ട താരിഫ് ഇന്ത്യക്കെതിരെ ചുമത്തി ട്രംപ് ഒരു താരിഫ് യുദ്ധമാണ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ചൈനയും റഷ്യയും ഒക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ നീക്കങ്ങളിൽ ഇപ്പോൾ ഒരു പടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും ചർച്ചകൾ നടത്തുന്ന വേളയാണ്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ അസീം മുനീർ അമേരിക്കയിൽ എത്തുന്നത്. ഏതായാലും ആ നീക്കവും എന്തിനാണ് എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത്.